വാർത്തകളിലേക്ക്. SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിൽ വൻ അഴിമതിയെന്ന് VS അച്യുതാനന്ദൻ. 2% പലിശയ്ക്കെടുത്ത വായ്പ വിതരണം ചെയ്തത് 12% പലിശയ്ക്കാണെന്നും പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട വായ്പ വെള്ളാപ്പള്ളി തട്ടിയെടുക്കുന്നുവെന്നും VS ആരോപിച്ചു. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ 2% പലിശയ്ക്ക് 15 കോടി രൂപ എടുത്ത ശേഷം മൈക്രോ ഫിനാൻസിന്റെ പേരിൽ പാവപ്പെട്ട ഈഴവർക്ക് 12% പലിശയ്ക്ക് അത് നൽകിയെന്നും ഇതിന്റെ രേഖകൾ തന്റെ പക്കലുണ്ടെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. 10% ആളുകൾക്ക് വായ്പ വിതരണം ചെയ്തതിന് ശേഷം ബാക്കി മുഴുവൻ തുകയും SNDP യോഗ നേതാക്കൾ സ്വകാര്യ ആവശ്യത്തിന് വിനിയോഗിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ സ്വകാര്യ ആവശ്യത്തിലേക്ക് തട്ടിയെടുത്തത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നും അതിനായി CBIയെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. സർക്കാർ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾക്ക് ഞാൻ മുൻകൈയെടുക്കുകയും ചെയ്യും. തന്റെ ആവശ്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് VSന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. VS അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ്. അപ്പോൾ VS പിന്നീട് എന്ത് ചെയ്തു? ഇതാ നിങ്ങൾ കാട്ടിയ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ചും പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അതിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? എന്താണ് ഇതേപ്പറ്റിയല്ല നിങ്ങൾ പറയുന്നത്? ന്യായസ്ഥനാണല്ലോ നിങ്ങൾ. ഇപ്പോൾ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അതിൻ്റെ സ്ഥിതി ഇത് തന്നെയായിരിക്കുമോ? അതേസമയം സംഘപരിവാർ ബാന്ധവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ മലക്കം പറഞ്ഞു. VSന്റെ ആരോപണങ്ങൾ കൊണ്ടൊന്നും താൻ തളരാൻ പോകുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തള്ളിയ കാര്യങ്ങളാണ്. ആ തള്ളിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ VS മറുപടി പറയേണ്ട കാര്യം എനിക്കൊന്നുമില്ല. അവജ്ഞയോടുകൂടി തള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.